ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് മത്തി. ഒമേഗ 3 ഒക്കെ ഒരുപാട് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മത്തി എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ധന്യ സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. അപ്പോൾ മത്തിയൊക്കെ ഇവിടെ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി, അതുപോലെ ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഇത് മൂന്നും കൂടി മിക്സിയുടെ ജാറിട്ട് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം നമുക്ക്. അപ്പോൾ അരച്ച അരപ്പും കൂടി ഇതിലോട്ട് ചേർത്ത് ഒരു സ്പൂണോളം വെള്ളവും ചേർത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കൈകൊണ്ട് മിക്സാക്കി കഴിഞ്ഞാൽ എരിവും പുളിയും ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്നതായിരിക്കും. ഇനി ഈ മിക്സാക്കിയതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച നമ്മുടെ മത്തി ഇട്ട് കൊടുക്കാം. കൈകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും മസാല നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. ഒരു 15 മിനിറ്റെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമുക്ക് സമയമുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് പുറത്തെടുത്ത് വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ മീൻ പൊട്ടിപ്പോവാതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കൊരു ഫ്രൈ പാൻ എടുത്ത് വയ്ക്കാം. അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമ്മൾ മസാല പുരട്ടി 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമ്മുടെ ഓരോ മത്തിയും അതിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓടുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു സൈഡ് നമ്മൾ മറച്ചിട്ട് കൊടുക്കുക. എല്ലാ മീനും ഒരു ട്രിപ്പ് അതുപോലെ ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും എല്ലാ മീനും മറച്ചിട്ട് കൊടുക്കുക. ഒരു 2-3 പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. നമുക്ക് അധികം വേവില്ല, എന്നാലും ഒരു 2-3 പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് മത്തി കരിഞ്ഞ് പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നല്ല സോഫ്റ്റായ രീതിയിൽ വറുത്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ 2 സൈഡും ഇതുപോലെ മറച്ചിട്ട് 2-3 പ്രാവശ്യം ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മത്തിയൊക്കെ ഇവിടെ അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റായ രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള മത്തി ഫ്രൈ ആണ് നമ്മൾ തയ്യാറാക്കിയെടുത്തത്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ, താങ്ക് യു.